വേട്ടാവെളിയിൽ വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കണ്ണു തുറന്നു നോക്കിയപ്പോ ഇതാരാ വന്ന് നോക്കുന്നു, വന്ന് നിൽക്കുന്നത് നോക്കൂ. അതെ അളിയാ, നീ പറഞ്ഞു വിട്ട അമ്പലം വേറെ ലെവല് സാധനം കേട്ടോ. നീ എങ്ങനെ അറിഞ്ഞത്? എന്റെ അടുത്ത് ഇങ്ങോട്ട് ഞാൻ മറ്റേ ഇത് പോയില്ലേ കോമിക്കോൺ, അപ്പൊ അവര് വിചാരിച്ച് ഞാൻ അമ്പലം ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. പിന്നെ വരാം. എന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇവിടെ നിന്റെ മേക്കപ്പ് ഇന്നെങ്ങാനും തീരുവാടായി. പോവാടാ, ഇങ്ങോട്ട് വന്നാണ്. സത്യം ഫുൾ മേക്കപ്പിലാണ് കൈസവൻ ജീവിക്കണത്. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ, റസൂം ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം കണ്ടാ മതി. ഒമ്മച്ചി ഇതെന്തരടാ? ഇത് സൺസ്ക്രീൻ മെയിൻ വേണ്ട. ഇതെന്തരടാ? ഇത് കൺസീലർ. ഇതെന്തരടാ? ഓഹോ, ഇതെന്തരടാ? ഇത് മിഞ്ഞാന്നിട്ട് അറിയില്ല എന്താണ്. ഇത് വേറെ സൺസ്ക്രീൻ, കയ്യിലിടാനുള്ള സൺസ്ക്രീൻ. ഇതെന്തരടാ? ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ, കേരളത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം. നമ്മളെ ശാസ്ത്രയിൽ എങ്ങോട്ടോ കൊണ്ടുപോകണം. ആദ്യം നമുക്കൊരു ചായ കുടിക്കണം, എനർജറ്റിക് ആവണം. സത്യം നമുക്ക് പുറത്തിറങ്ങിയ ചായ കുടിക്കണം. എന്റെ ഡ്രീം കാർ ബ്രാൻഡാണ് ഗൈസ് ടെസ്ല. അത് വണ്ടിയുടെ മഹാത്മ്യം കൊണ്ടല്ല, അത് ഇറക്കിയ ആളുടെ മഹാത്മ്യം കൊണ്ടാണ്. ഞാനൊരു ഭയങ്കര വലിയ ഈലോൺ മസ്ക് ഫാനാണ്. ഞാൻ ഗൈസ് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോ 2 സുന്ദരിമണികൾ വന്നിരിക്കുന്നു. എവിടെയായിരുന്നു പിള്ളേരെ? എങ്ങനെ ഉണ്ടായിരുന്നടി? നിങ്ങൾ വരല്ലേ ചായ കുടിക്കേ? നീ എന്താ വരാത്ത? ആണോ? ഇപ്പൊ സർപ്രൈസ് കൊടുക്കാൻ പോണോ? അപ്പൊ നീ പോയി സർപ്രൈസ് കൊടുത്തിട്ടാ നീ? ഓക്കെ ഓക്കെ ഓക്കെ, ടാറ്റാ. മിറാക്കിൾ ഗാർഡൻ ആണ് ഗൈസ്. അവിടെ പൂന്തോട്ടമാണ്, പൂങ്കാവന. നമുക്ക് പോവാം, നമുക്ക് പിന്നെ പോവാം. ഇവിടെ മിറാക്കിൾ ഗാർഡനിൽ പോയി കിട്ടുന്ന സ്ഥലമാണ്. കണ്ട് മിറക്കളായിരിക്കണേ. നീ ബ്ലെൻഡ് ആയി പോയി കാണുമല്ലേ അവിടെ. ഹലോ കോനിച്ചിവാ. എടാ കിട്ടുന്ന സ്ഥലമാണ് ഇത്. ആണ് എക്സ്പ്രഷൻ കണ്ട് എനിക്ക് തോന്നുന്നില്ല. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നിനക്ക് പോകണോടാ മിറാക്കിൾ ഗാർഡനിൽ? ഓൾറെഡി പോയതാണ്. 90 ദിർഹം വേണ്ട, ഞാൻ 55 ദിർഹത്തിന് 4 കൊല്ലം മുന്നേ കണ്ട്. ഇപ്പൊ ഇനി ഞാൻ പോകില്ല. ഓക്കെ, എവിടെ ചായക്കട? ചായ കുടിക്കണം ഗൈസ്. വൈകുന്നേരം ഒരു ചായ കുടിച്ചാലേ ആ ഒരു ഫീല് വരുവുള്ളൂ. ഇവിടത്തെ ഒരു മലയാളി കടയാണ് ഗൈസ്. ഇന്നലെ ഇവിടെ നല്ല ചായ കിട്ടിയായിരുന്നു. ഇവിടെ ഡിയർ റോസ്റ്റ്, ക്യാമൽ റോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാമൽ ബർഗറാ നീ കഴിച്ചിട്ടുണ്ടോ? രുചിയാണോ? വെട്ടിക്കൂട്ടിയ കാട്ടുപോത്തും ചട്ടിയിൽ കുത്തിമറിച്ച മുയലും കട്ട ലോക്കൽ തൊട്ട് കലക്കൻ ചൈനീസ് വരെ ടിക്കയിൽ ഒരു ട്രിക്കുമില്ല. ചിക്കൻ കൊണ്ടൊരു മാജിക്. കൊള്ളാലോ, നല്ല എഴുത്ത് കേട്ടോ. ചായ വരട്ടെ. കിണ്ണം ചായ കേട്ടോ ഇവിടത്തെ. നമ്മള് കോഫി കുടിച്ചു, ഞാൻ ചായ കുടിച്ചട്ടെ. വേറൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളത് ഒട്ടും പ്രതീക്ഷിക്കൂല. പക്ഷേ അളിയാ എടാ, അത് 3.5 ലക്ഷം രൂപയുടെ മുതലാണ് ഗൈസ് ഈ ഇരിക്കണത്. എന്റെ പൊന്നേ, പക്ഷെ ഈ ഒരു ഗിഫ്റ്റ് മാത്രമേ വരൂ അതിന്റെ ഉള്ളിൽ. എടാ പോടാ, എടി വേറെ ലെവലാണ്. നീ ഇത് വെച്ച് മോളിൽ കൂടെ നടക്കണം കേട്ടാ. കാണാ ഓടി എന്തേലും എന്തേലും വന്നാടി. അടി അത് എന്നെ തോട്ടല്ലേ സ്ക്രീൻ എന്നും പറഞ്ഞ്. അതായിരിക്കും എടി. പിടിച്ചോ പവർ ബാങ്ക്. എനിക്ക് പൊളി കേട്ടോ. ആൾക്കാരുടെ എക്സ്പ്രഷൻ വല്ലതും ഉണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാരും ശ്രദ്ധിക്കണുണ്ട് കേട്ടോ. അടി കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. എല്ലാരും നിന്നെ ശ്രദ്ധിക്കണുണ്ട്. നീ ശ്രദ്ധിച്ച ഷാസിന്റെ ഫോണ്. അത് നീ എന്താണെന്ന് നിനക്ക് സെലക്ട് ചെയ്യണ്ട. അതിന് തൊടണ്ട. അതില് നോക്കിയിട്ട് ഇങ്ങനെ ആക്ക്. അല്ല താഴോട്ട് നോക്കിയേ. നോക്കിയിട്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോസിൽ നോക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെ കൈ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് 2 പ്രാവശ്യം അടി. അതിൽ നീ ഇവിടെ വെച്ചിരുന്നാ മതി. നീ നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയാ മതി. സ്പീഡിനാക്ക്.
കാണാം, പ്ലസ് എനിക്കൊരു സ്ക്രീൻ ഇവിടെ കാണാം. അപ്പൊ എന്നെ കാണുന്നില്ലല്ലേ, സാധനം അടിച്ചു പോയി. അല്ല, അതിലിങ്ങനെ ആപ്സ് ഉണ്ട്. ഒരു ആപ്പിൽ നോക്കിയിട്ട് ഇങ്ങനെ അത് പായല് പിച്ചണ പോലെ അല്ല. എല്ലാം പോയി. ഇപ്പൊ ഒന്നുമില്ല, പ്ലെയിനാ. ഇപ്പൊ എല്ലാരെയും കാണാം. ഇപ്പൊ വന്നു സ്ക്രീൻ. ഇപ്പൊ കോമ്പാറ്റബിൾ ആപ്സ് കിട്ടി. എടുത്തു. കൊള്ളാടാ, ഇത് വേറെ ലെവലാട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരെയും കാണാം, പ്ലസ് സ്ക്രീനിങ് കാണാം. ഫോണും കൊണ്ട് ഇങ്ങനെ കണക്കാരും നേരെ നടന്ന് ഇങ്ങനെയൊക്കെയൊക്കെ പോയാൽ മതി. ഐഫോൺ ഇഷ്ടമല്ലെങ്കിൽ മിഷൻ പ്രോ എങ്ങനെയുണ്ട്? അത് മതി. ഇതിപ്പം ഇവിടെ ദുബായിലുള്ള ആർക്കും കിട്ടി തുടങ്ങിയിട്ടില്ല. ഈ പൂത്ത കാശായിരുന്നായിരിക്കും ആൾക്കാർ വിചാരിച്ചിരിക്കണം. US കൊണ്ടുവന്നു. ഈ പെണ്ണെടുത്ത് ചോദിച്ചോ എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പൊ ഇന്ററാക്ട് ചെയ്താണ് അവളുടെ അടുത്ത്. ടോയ്യാ? കറങ്ങി നടന്നപ്പോ പോൾ ക്രീമറിയുടെ മുതലാളിയെ ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലടാ. പക്ഷെ സുഖമാണാ ഇവിടെ ട്രൈ ചെയ്യുന്നത്. സാധനം കാണാൻ നോക്കിയാണ് മിഷൻ ഡ്രോയും വെച്ച് പട്ടീഷോ ഉണ്ട്. പിന്നെ എടി നിന്റെ കണ്ണ് കാണാം കേട്ടാ. എനിക്കിപ്പം കൊച്ചി എല്ലാരും എല്ലാരും ഇവളെ നോക്കണുണ്ട് കേട്ടോ. ഷസു എല്ലാരും ഈ പെണ്ണെ കണ്ട അസൂയോട് നോക്കിയാണ്. അല്ല ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ചിരിക്കുന്നുണ്ട് കേട്ടാ. എടി ശരു, നീ അഭിമാനം എടി. ദുബായിൽ ഒരു ഒറ്റ എണ്ണത്തിന്റെ കയ്യിൽ ഇതില്ല. ഇത് എല്ലാം അപ്പുറത്തെ സൈഡിൽ നിൽക്കണ റിയാക്ഷൻ എടുക്കാൻ കേട്ടോ. എല്ലാരും നോക്കണം കേട്ടോ. എടി ദുബായ്ക്കാര് പോലും ഉപയോഗിക്കാത്ത സാധനമാണ് നീ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ. അതല്ലെങ്കിലും ആപ്പിൾ എന്തെങ്കിലും ഇറങ്ങിയാൽ 2 മാസം കഴിയുമ്പോ സാംസങ് കൊണ്ടുവരും. ബ്ലാക്ക് കാറ്റാ? സർ പ്ലീസ്, മാഡം പ്ലീസ്. പിന്നെടാ ഇതെന്തു അടി ക്യാമറ കൊണ്ട് കേട്ടാ. ഇവിടെ ക്യാമറ ഒക്കെ കാണാം കേട്ടോ. എനിക്ക് സോറി, കണ്ണിക്കുത്താനല്ലേ ഉദ്ദേശിച്ചത്. എങ്ങനെയുണ്ട് കാഴ്ച തിരിച്ചിട്ടിട്ട്? കൊള്ളായിരുന്നു അടി. ഇവിടെ പൊളിക്കാറ്റ് സാധനം കേട്ടോടാ ഷാസെ. ഞാൻ ഇത് നാളെ യൂസ് ചെയ്ത് നോക്കിട്ട് എക്സ്പീരിയൻസ് പറയാം. നാളെ നീ എവിടെ യൂസ് ചെയ്യാൻ പോകും? ഞാൻ എവിടെയെങ്കിലും തറയിലൊക്കെ, അല്ല തറയില്ല റോഡിലൊക്കെ. അപ്പൊ ദുബായ് മോളിൽ ഞാൻ വഴുകുന്നു. അയ്യോ ശരിയാണ്. നാളെ കഴിഞ്ഞാൽ ഞങ്ങള് വഴിയാധാരം കൈസ് നോക്കണുണ്ടാ? ആര്? ആണോ? നമ്മൾ മെറീനയിലോട്ട് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ചലിക്കട്ടെ. ഇവിടെ കയ്യെത്തും ദൂരത്ത് കുറെ സ്വിച്ചുകളുണ്ട്. ഇതിലൊന്നും പിടിച്ച് ഞെക്കരുത്. കാരണം ഇതിന് 2000 ദിർഹം ഫൈനാണ്. നമ്മളെ ആധാരം പണയം വെക്കേണ്ടി വരും. 450 രൂപ വന്ന് എന്നോട് തന്നെ ഞാൻ നീങ്ങുന്നു ഗൈസ്. നമ്മള് ഇവിടെ നിന്നാണ് കയറിയത്. നമുക്ക് പോവേണ്ടത് ഇവിടെയാണ്. അബുദാബി റോഡില്ലേ 120 ആണ്. അതാകുമ്പോൾ അത് 100 കിലോമീറ്റർ 120 വരെ പോവാം. ഇത് 100 കിലോമീറ്റർ പെർ അവർ സ്പീഡ് ലിമിറ്റ്. 100 സ്പീഡ് ലിമിറ്റ് ആണെങ്കിൽ 120 വരെ പോവാന്നാണ്. ഇറങ്ങും, അല്ലെങ്കിൽ നമ്മളെ സ്പീഡ് ലിമിറ്റ് പോകും. 120 ആണെങ്കിൽ 140 വരെ പോവാം. ആണോ? അങ്ങനെ 20 റേസ് ഉണ്ട്. ആണല്ലേ? ചിലവന്മാരൊക്കെ 200 പോയിട്ട് വലിയൊരു ഫൈൻ അടിച്ചിട്ട് കൊടുക്കും. അറബികളും കൊണ്ട് പോടാ നിന്റെ ഫൈൻ. ഈ നോമ്പ് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നോമ്പ് സമയത്ത് അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഡിസ്കൗണ്ട് വരും. ഡിസ്കൗണ്ട്. എന്ത് സ്നേഹമുള്ള നാട്ടുകാരാണ്. ഫൈനിന് വരെ ഡിസ്കൗണ്ട് 50% ഓഫ്. മൂട് വേണം അല്ലേ? 140 കിലോമീറ്റർ പെർ അവർ സ്പീഡൊക്കെ. നമ്മുടെ നാട്ടിലെ റോഡുകൾ ഇത്ര സ്പീഡായിരുന്നേ കൊള്ളായിരുന്നു അല്ലേ? തിരുവനന്തപുരം കൊച്ചിയിലൊക്കെ അത് കിട്ടുന്ന സാധനം കേട്ടാ. സന്ധ്യ സ്പീഡ് ലിമിറ്റിന് അകത്ത് നിർത്തി ഓടിക്കുന്നത് അവന് തന്നെ അറിയാം. ഓ പായുംപുലിയാണ് സന്ധ്യ. അൽ സുഫോ എടാ എങ്ങോട്ടാ? ഒമ്മച്ചി തുള്ളിയൊക്കെ പോണ്. നമ്മൾ ഇനി കുഞ്ഞ് ട്രെയിനിൽ പോവാൻ പോവാണ് കേസ് അല്ലേടി? ട്രാം. റോട്ടിൽ കൂടെ പോണ ട്രെയിൻ ഇത്. ഞാൻ ഹലോ കണ്ണാടിയിൽ ഞാനേ എടാ റോട്ടിൽ കൂടെ എടാ ഇത് പോണത്. ടെക്നോളജി സീന്
എന്റെ മോനെ ഗൈസ്, ഒരുപാട് അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ നടുവിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഷാസ് പറഞ്ഞ് ഇതാണ് ദുബായിലെ മെറൈൻ ഡ്രൈവർ. അല്ല, നീ അതിന് ഓക്കെ പറഞ്ഞു. ഗൈസ്, ഇതിന്റെ പേരാണ് എയിൻ ദുബായ്. എടാ, ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുറാ. ഒന്നുമില്ല, കിട്ടുന്ന സ്ഥലമാണ്. ഗൈസ്, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജയന്റ് വീലാണ് ഗൈസ്. പക്ഷെ ഇത് വർക്ക് ചെയ്യത്തില്ല, വർക്ക് ചെയ്യുന്നില്ല. ഭാവിയിൽ വർക്ക് ചെയ്യുമായിരിക്കും, പക്ഷെ കാണാൻ നല്ല ഭംഗി കേട്ടോ ദൂരം നോക്കുമ്പോ. അത് രാജ്യമാണ് അമ്പിളി. ഗൈസ്, ഇതാണ് ദുബായ് എന്ന്. അയ്യോ അളി, ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുന്നു. നോക്ക്, ബാക്കിൽ കാണുന്നതാണ് ഇവിടത്തെ മറ്റേ ജയന്റ് വീല്. എടാ, ഈ ജയന്റ് വീലിന്റെ പേരെന്തായിരുന്നടാ? ഐൻ ദുബായ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല കാറ്റ്. എവിടെ കൂടെ നടന്നിട്ടുള്ള? ഞങ്ങൾ ആക്ച്വലി അവിടെ ഗാർഡൻ ഗ്ലോ ഇല്ല, അവിടെ ഇറങ്ങിയിട്ട് ഈ പാലം വഴി നടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതിലേ നടന്ന ഈ പാലം വഴി അങ്ങോട്ട് പോകാൻ ഇല്ല, പക്ഷെ കുറച്ച് അധികം നടക്കണ്ട. ഈ കാണുന്ന പോലെ അല്ലേ ഇത്. ഏകദേശം ഞാൻ പറയാം, ഇവിടെ അവിടെ നടന്നിട്ടുണ്ട് ഒരു 1.5-2 കിലോമീറ്റർ. ഇവിടെ നിന്ന് മറ്റേ ആ ജയന്റ് വീലിലൂടെ അവിടെ വരെ നടക്കാനുള്ളത്. ഓ ഗൈസ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവിടെ പോവാ എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ അടുത്ത് എന്തായാലും. എടാ, 1.5 എന്ന് പറഞ്ഞ ഇവന്റെ നടന്ന ഓർമ്മയുണ്ടല്ലോ ഇന്നലെ. 3 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കണടാ. കുഴപ്പമില്ലല്ലോ എടി, 2 കിലോമീറ്റർ നടക്കണം, കുഴപ്പമില്ലല്ലോ. ബാഗില്ലല്ലോ ചുമക്കാൻ. ഞങ്ങൾ ഒന്ന് നടക്കട്ടെ. വി ആർ ദി ചില്ലിംഗ് ഓഫ് ഇന്ത്യ. ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് ഒരു ഹോട്ട് ഡോഗ് വാങ്ങി നമ്മൾ 4 പേരും തിന്നു. ഹലോ. ഓ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഭീകരമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എടാ, ഇത് എന്തൊരു ഇതിന്റെ നടുക്കൊക്കെ വെച്ചേക്കണ? ഫ്രാങ്കിയാ? ഇതിന് എത്ര ദൂരം 35 ദിർഹോടെ ഇതിന്. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച ജാപ്പനീസ് ഊണ് 39 ദിർഹമായിരുന്നു. ജപ്പാനീസ് ഊണ് ഞാൻ കഴിച്ച ഫ്രൈഡ് ചിക്കൻ ബിരിയാണിക്ക് 15 ദിർഹം. ഹലോ, ഇതാരൊക്കെയാ? ഹംബളൻ. ഇത് എടാ, ഇതാണ് പ്രസീത. നൈസ് ടു മീറ്റ് യു ഗയ്സ്. ഇത് ഉണ്ണി. നൈസ് ടു മീറ്റ് യു. ആണോ? ഇത് ആരാണെന്നൂടെ പറ. കുഞ്ഞു മക്കളാണ്, എന്റെ വല്യച്ഛന്റെ മോള് അളിയൻ. നൈസ് ടു മീറ്റ് യു ഗയ്സ്. വണ്ടി അവിടെ എങ്ങനെ ഉണ്ടറാ? മണ്ടേ കയറി ആരോ കൊതി വിട്ട് കഴിച്ചാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോസേജ് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നി. കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് വെറുതെ അനിമയുടെ സാധനങ്ങളെ വിൽക്കണ ഒരു ഷോപ്പിൽ ഒന്ന് കയറിയേ. ഈ തെണ്ടി എനിക്ക് സണ്ണിഗോ വാങ്ങിച്ചു തന്നു ഗൈസ്, നമ്മുടെ ലൂഫിയുടെ ഷിപ്പ്. എന്റെ പൊന്നി, നീ ഇത് വല്ലതും ഇതെന്നിട്ട് പാക്ക് വാനം കളിച്ചോണ്ടിരിക്കണ. ഗൈസ്, ഇന്നലെ നമ്മൾ മോൾ ഓഫ് എമിറേറ്റ്സിൽ പോയപ്പോ ഞാൻ ഫ്രാങ്കിയെ റോബിനെ വാങ്ങിച്ചായിരുന്നു. കാരണം അത് രണ്ടും ഇല്ലാതിരുന്നോള്. ഒരു റോബിനെ എവള് വാങ്ങിച്ചു തന്ന് അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു. പക്ഷെ ഫുൾ സെറ്റായി, കപ്പലില്ലായിരുന്നു. ഇത് നീ എവിടെ നിന്ന് കണ്ടുപിടിച്ച? ഇപ്പം കിട്ടുന്ന സാധനം ഇത് നാട്ടിലൊന്നും കിട്ടത്തോലുമില്ല. മെറിഗോ കൂടെ ആയി കഴിഞ്ഞാൽ ഫുള്ളായി ഗൈസ്. ആണ്. ഇത് ഞാൻ എന്റെ കുഞ്ഞമ്മയുടെ മോക്ക് വേണ്ടി ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് അന്ന് ഉത്സവത്തിന് പോയപ്പോഴത്തേക്കും കൊച്ചാണെങ്കിൽ എന്റെ അടുത്ത് റുബിക്സ് ക്യൂബ് വെച്ചു. പക്ഷെ അത് ചാത്ത സാധനം എടുത്തു. ഞാൻ നല്ലത് കൊടുക്കാൻ നോക്കി. ഇത് അവർക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ കൊടുക്കാം. ഓക്കെ, ഞങ്ങൾ ഇനി ഇവിടെ ഇറങ്ങട്ടെ. റിക്സോസ്, അതോ മുട്ടം വില കൂടിയ റെസ്റ്റോറന്റ് ആണെന്ന് കണ്ടാണ് തോന്നായി. അമ്പിളിന്റെ ചേച്ചി ചേട്ടനോട് വിളിച്ചോണ്ട് വന്നാണ്. ഇതെന്താണ് എന്റെ പേര്? ഷാസേ, നീ അരഞ്ഞാണം വല്ല ഇട്ടിട്ടുണ്ടോ? എനിക്ക് ചട്ടി പോലും ഇല്ല, എല്ലാം കൂടെ പൊളക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ക്യാപിറ്റൽ എന്ത്? തിരുവനന്തപുരം. ഞാൻ ചോദിച്ചുള്ള ചോദ്യം നീയാണല്ലേ ക്വസ്റ്റ്യൻ. ഇവളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കടാ. ദി അക്രോപോളിസ് എന്ന് പറഞ്ഞ നിർമ്മിതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദി അക്രോപോളിസ് അല്ലെങ്കിൽ വേറെ ചെയ്യാം. ബ്ലൂ ഡോംസ് ഓഫ് ഇയ എന്ന് പറയുന്നത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബ്ലൂ ഡോംസ് ഓഫ് ഇയ. നീ പോണോന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. ലോക്കിയാമോ? കമ്പ്യൂട്ടർ ട്രിഗർ, ടർക്കി. കൺഗ്രാജുലേഷൻ. ബ്ലൂ ഡോംസ് ഓഫ് ഇയ സ്ഥിതി ചെയ്യുന്നത് സാന്റോറിനി, ഗ്രീസിലാണ്. അണ്ണാ, അരഞ്ഞാണോ ഒന്നുമില്ല പണയം വയ്ക്കാൻ.
90% ഡിസ്കൗണ്ട് തരാന്ന്. ഗുണോച്ചട്ടി ഛർദിന്ന് ആന്തര്. അയ്യേ, ഇറ്റാലിയൻ പിസ്സ മതി. പിസ്സ നമ്മളൊരു ഡിഷ് കണ്ടുപിടിച്ചു ഗൈസ്, കാണിച്ചു കൊടുത്തേടാ. എനിക്ക് തോന്നി, അതായത് മെനുവിൽ തന്നെ എഴുതി വെച്ചാണ് നോക്ക്, ലസാനി അല്ല ബോലോ ഗണേഷ്. നമ്മളോട് പറഞ്ഞു ലസാനി അല്ലടാ ബോലോ ഗണേഷ്. സ്പഗേറ്റി ഐ ഫ്രൂട്ടി ഡി മൈ. എന്തൊക്കെ തിന്നടാ ഇവിടെ, എനിക്കറിയാൻ പാടില്ല. ഈ ഇറ്റലി പോയിട്ട് കഴിക്കണ തിന്നാനുള്ള എടുത്തോണ്ട് വരും അവര്. ഗൈസ്, ആദ്യത്തെ എന്തോ ഒരു ഐറ്റം, ഇതിന്റെ പേര് വേണ്ട, എന്തോ ഒരു മിലാനയാണ്. ഇത് മീനാണോ? ഇത് വീലാണ്. വീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ്, പിഞ്ച് കുഞ്ഞ് ബീഫ്. നീ തിന്നരുത് കേട്ടോ. ഇത് മുറിച്ച് എന്തിനാണ് നോക്കട്ടെ കേസ്. പിസ്സ വന്നോ അതിന്റെ ഇടയിൽ കൂടെ. ഓ മൈ ഗോഡ്, പിസ്സ. എടാ ഇതിൽ എന്തൊരു വീണ് കിടക്കുന്നു. അത് ഹാമാണ്. ഓ ഹാമാണ്. ഒരു സൂപ്പർ സാധനം. എനിക്ക് ക്ഷമയില്ല, ഞാൻ തിന്നിട്ടൊക്കെ വരായിരുന്നു. പക്ഷെ ബ്ലോഗ് ഹമ്പിളിന്റെ അല്ലെങ്കിൽ ശരണ്യയുടെ കാണും, നിങ്ങൾ പോയി കണ്ടോ. ഞാൻ പോയില്ല ടൈസൺ, ചുമ്മാ നിങ്ങളുടെ അങ്ങനെ വിട്ടിട്ട് പോവോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ബീഫാണ്. ഓ വീല് കാറിന്റെ വീലല്ല, തിന്നണ വീല്. ബീഫാണെന്ന് തോന്നണില്ല. അവര് ബീറ്റ് ചെയ്യും, ഒരു ഹാമർ വെച്ചിട്ട് ചുറ്റിയെല്ലാം കൊണ്ട് അടിച്ചു തരണതുകൊണ്ടാണ് ഇത്ര സോഫ്റ്റ് ഉള്ളത്. ഒന്നും പറയാനില്ല, കാര്യം ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഒന്നും പറയരുത്. കഴിക്കണം. ഈ പിസ്സ ഒന്ന് കഴിച്ചോട്ടെ. ഓ എന്തോ ഇത് നെപ്പോളിയൻ സ്റ്റൈലാണ്. ഇപ്പൊ വേൾഡില് ഏറ്റവും ബെസ്റ്റ് പിസയുടെ ഇത് ഇവർക്കായിട്ടുണ്ട്. ആണ്. എടാ ഇതിന്റെ എക്സ്പ്രഷൻ. ഓ ഇല്ലേ ഇല്ലടാ. ഗൈസ്, കിണ്ണം പിസ്സ കേട്ടോ. എന്റെ ജീവിതത്തിൽ ഇത്രയും കിട്ടുന്ന പിസ്സ ഞാൻ കഴിച്ചിട്ടില്ല. ഞാനുള്ള ക്രെഡിറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത് കഴിയുമ്പോഴത്തേക്കും കിഡ്നിയും കൊടുക്കാം. അപ്പൊ ഇത്ര നാൾ നമ്മള് തിന്ന പിസ്സ അല്ല, അത് മാവ് കുഴച്ചത് ഉണ്ട്. ഇതാണ് പിസ്സ. ജ്യൂസി തിൻ ലെയർ. ഇഷ്ടപ്പെട്ട് ആ എക്സ്പ്രഷനിൽ തന്നെ ഉണ്ടല്ലോ. പാട്ടൊക്കെ പറഞ്ഞത്. ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരാവേ. ഇനി ഞാൻ ഒന്ന് ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചിട്ട് വരാം. അളിയാ നിൽ. കിഡിലെ ഫുഡ്, ഒരു രക്ഷയില്ല. അത് ആ ഒരു കിഡ്നി ഇല്ലാതെയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നു പോകുന്നത്. താങ്ക് യു സോ മച്ച്. നല്ല ആണ്. പിസ്സയൊക്കെ നമ്മളിങ്ങനെ ക്രസ്റ്റൊക്കെ നമ്മളൊക്കെ മോട്ടിച്ച് നക്കിയ സത്യം. അതും സാധാരണ മറ്റേ മുതുക്ക് കഷ്ണം ബാക്കി ഇരിക്കണ ഇത്രയുള്ള മൊന്ത പീസ് ആരും തിന്നാതെ കളഞ്ഞേക്കുന്നത്. അതുവരെ എന്റെ അടിച്ചു മാറ്റി തിന്നത്. അല്ലല്ല, ശാസ്ത്രം എടുത്ത് കഴിയുന്ന പറഞ്ഞപ്പോ ഓ പറയാൻ കാത്തിരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ ഭയങ്കര ഒരു ഇവന്റ്ഫുൾ ഡേ ആയിരുന്നു. അതാണ് പറയാനോടാ. അങ്ങനെയാണ് എന്റെ പഴയ ഔട്ട്റോ എടുക്കാൻ കഴിച്ചത് ഞാൻ. അപ്പൊ ലവ് യു ഗൈസ്. ഇറ്റ് വാസ് ആൻ ഇവന്റ്ഫുൾ ഡേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഓണപ്പസിനുള്ള ആ കാര്യം പറഞ്ഞു. ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ ബെൽ സൂര്യയുടെ കഷ്ടപ്പാടുകൾ എടുക്കാനായി. അപ്പോഴാണ് നമ്മളിവിടെ തൊലിഞ്ഞ സാധനം പിടിച്ചോണ്ട് ഞാനുണ്ടല്ലോ അവിടെ എത്തിയേട്ടാ. ആരാണ്